നമുക്കിന്ന് ബാബയുടെ മധുരമഹാവാക്യങ്ങൾ കേൾക്കാം. 30-12-21 ഭഗവാൻ പറയുകയാണ്, മീഠി ബച്ചി സച്ചേ ബാബാ കെ സാത്ത് സച്ചേ ബനോ. മധുരമായ മക്കളെ, സത്യമായ അച്ഛനോടൊപ്പം സത്യമായി മാറും. സത്യമായ അച്ഛനോടൊപ്പം സത്യതയുള്ളവരായി മാറും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അച്ഛൻ സത്യമാണ്. എന്താ കാരണം? നിത്യമാണ്, അല്ലേ? ബാബയോടൊപ്പം നമ്മളും സത്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിലെ സത്യം എന്താണ്? ഞാനാണ് സത്യം, അല്ലേ? ദേഹം അസത്യമാണ്. അപ്പം ഭഗവാനോടൊപ്പം സത്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സത്യസ്വരൂപമാണെന്ന സ്മൃതിയിൽ ജീവിക്കുക. അപ്പോഴേ ഭഗവാനോടൊപ്പം സത്യമായിട്ട്, എല്ലാവരോടൊപ്പം സത്യമായിട്ട് ജീവിക്കുന്നു എന്ന് അപ്പോഴേ പറയാൻ പറ്റും. ശരീരബോധത്തിലിരിക്കുമ്പോൾ അസത്യബോധത്തിൻ്റെ ജീവിത. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അസത്യമായിട്ടുള്ള സ്വഭാവങ്ങളും ശീലങ്ങളും പുറത്തേക്ക് വരും. അപ്പോഴാണ് വികാരങ്ങൾ വെളിയിലേക്ക് വരും. വികർമ്മങ്ങൾ ചെയ്യണം, അല്ലേ? നമ്മൾ സത്യമായിരിക്കുക അർത്ഥം എന്താ? സത് ബോധം. ആത്മബോധത്തിലാണെങ്കിൽ നമ്മളിലെ സദോ ഗുണങ്ങൾ പുറത്തേക്ക് വരും. അതാണ് അല്ല നമ്മളെ കൊണ്ട് സുകർമ്മങ്ങളെ, ശ്രേഷ്ഠകർമ്മങ്ങളെ, ശ്രേഷ്ഠാചാരി ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കണം. അപ്പോഴാണ് നമ്മുടെ കർമ്മം പുണ്യകർമ്മം, ശ്രേഷ്ഠകർമ്മം എന്നറിയപ്പെടുക. അതുകൊണ്ട് പറയണ ബാബ, സത്യമായ അച്ഛനോടൊപ്പം സത്യമായിരിക്കും, സത്യബോധത്തിൽ. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം, രാവിലെ ഉണർന്നത് മുതൽ ഇതുവരെ ഞാൻ സത്ത് ബോധത്തിലായിരുന്നോ? സത്ത് ഇതാണ്. സത്ത് ബോധത്തിലായിരുന്നോ അതോ അസത്യബോധത്തിലായിരുന്നോ? ഞാൻ ആത്മബോധത്തിലായിരുന്നോ ശരീരബോധത്തിലായിരുന്നു? अगर सच नहीं बदलाते हो तो पाप वृत्ति को पाते जाते हैं. സത്യപിതാവിൻ്റെ മടിയിൽ വന്നു. അടുത്തത് പറയണം ബാബ, ബാബയോടൊപ്പം എപ്പോഴും സത്യം പറയണം. എല്ലാവരോടും അല്ല, നമ്മൾ സത്യതയോടെ ജീവിക്കും. ഭഗവാനോടൊപ്പം സത്യമായിരിക്കണം, നമ്മൾ നമ്മളോടൊപ്പം സത്യമായിരിക്കണം, പറയുന്നതും സത്യമായിരിക്കണം. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആക്കരുത്. പറയാറുണ്ടല്ലോ, ജീവൻ പോയാലും ധർമ്മം കൈവിടരുത്. സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സത്യമേ ജയിക്കുള്ളൂ എന്ന്. എന്നാലും പലപ്പോഴും എന്തു ചെയ്യും? പലതരത്തിലുള്ള നിലനിൽപ്പിന് വേണ്ടി ചെറുതും വലുതുമായ അസത്യങ്ങൾ പറയും. ഒന്നുണ്ട്, നമുക്ക് യുക്തിപൂർവം പോകേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ, അത് വേറെ വിഷയം. പക്ഷെ അസത്യം പറയുക, അസത്യം എന്ന് പറഞ്ഞാൽ അത് നമുക്കും മറ്റുള്ളവർക്കും കഷ്ടമോ നഷ്ടമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം ബാബ പറയണേ, ഇവിടെ സത്യം പറയുന്നില്ലെങ്കിൽ പാപം കൂടും. അസത്യം പാപത്തെ കൂട്ടും. ഹോംവർക്ക് ബാബയുടെ കിട്ടിയില്ലേ? ചോദ്യം: എപ്പോഴാണോ നിങ്ങൾ കുട്ടികൾ കർമാതീത അവസ്ഥയുടെ സമീപമെത്തുന്നത്, അതിൻ്റെ അനുഭൂതി എന്തായിരിക്കും? കർമാതീത അവസ്ഥ പറഞ്ഞാൽ കർമ്മം ചെയ്തുകൊണ്ടും കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടാതെ ആത്മാവ് ഈ ശരീരത്തിലിരുന്നുകൊണ്ട്, അല്ല ആത്മബോധത്തിലിരുന്നുകൊണ്ട് ശരീരത്തെ ഉപയോഗിച്ച് കർമ്മം ചെയ്യുമ്പോൾ അത് നമ്മുടെ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ സമ്പൂർണമായും കെട്ടുകളിൽ നിന്ന് മുക്തമായ അവസ്ഥയിൽ സമ്പൂർണ്ണ ആത്മബോധത്തിലേക്ക് വന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ കർമ്മക്ഷേത്രത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയാം ബാബ. നേരത്തെ ഫസ്റ്റ് എന്ത് പറഞ്ഞു? സത്ബോധത്തിലേക്ക് വരണം. ഇനി സദ്ബോധത്തിൽ വന്നു കഴിഞ്ഞാൽ, സത്യബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? സമ്പൂർണ്ണ സത്ബോധം. അതിൻ്റെ ലക്ഷണങ്ങൾ പറയണം ബാബ. ഉത്തരം: ഐസാ അനുഭവ് ഹോഗ ജैसे माया के तूफान सब समाप्त हो गए. എന്തനുഭവമാകും? എല്ലാ കൊടുങ്കാറ്റുകളും, മായയുടെ കൊടുങ്കാറ്റുകളെല്ലാം ഫിനിഷാകും. മായ പറഞ്ഞ വികാര വിക്ഷോഭങ്ങൾ ഫിനിഷ്. 5 വികാരം പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന്
പുറത്തേക്ക് വരില്ല. ബാഡ് ഫീലിങ്സ് ഒന്നും വരില്ല, നെഗറ്റീവ് ഫീലിങ്സ്. കാമം അല്ലെ, നോ കാമം, നോ ക്രോധം, നോ ലോഭം അല്ലേ, ദുർവികാരങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന്, ചെറുതോ വലുതോ ആയ അതിൻ്റെ രൂപങ്ങളൊന്നും അല്ലേ നമ്മുടെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യില്ല. നമ്മൾ എല്ലാം ഫിനിഷ്, ക്ലീൻ. കാരണം സമ്പൂർണ്ണ സത്ത് ബോധം സദോ ഗുണിയായി കഴിഞ്ഞ് വികാരങ്ങളിൽ നിന്ന് പൂർണ്ണ വിജയം ആണ് ഫസ്റ്റ് ലക്ഷണം. നമുക്ക് നമ്മളെ നോക്കി അറിയാലോ, നമ്മളെ ബാബ ആത്മബോധം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. കാര്യവ്യവഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടും സദ്ബോധത്തിൽ വരാൻ ഓരോ ദിവസവും നമ്മൾ നോക്കണം അല്ല, ഏതെല്ലാം വികാരങ്ങളുടെ മേലെ നമ്മൾ ജയിച്ചു, ഇന്നത്തെ ദിവസം ഏതൊക്കെ വികാരങ്ങളാണ് വന്നിട്ട് അല്ലേ എനിക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ടാക്കിയത്, അപ്പോൾ എനിക്കതിനെ ജയിക്കണം. ഓരോ ദിവസവും ചെക്ക് ചേഞ്ച്. കിസി ബി വിഘ്നമേ ഘബറായെങ്കിൽ नहीं. അടുത്ത ലക്ഷണം, സമ്പൂർണ്ണ ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്താകും? വിഘ്നങ്ങളിൽ പരിഭ്രമിക്കില്ല. കാരണം ആത്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തായി? സാക്ഷിയാകാൻ പഠിക്കുമല്ലോ നമ്മൾ. ഡ്രാമ സാക്ഷിയായിട്ട് കാണാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ ബാബ പറയുന്നത് പിന്നെ പരിഭ്രമം തോന്നില്ല ഒന്നിൽ. അവസ്ഥ ബടി നിഡർ രഹിക്കും, അവസ്ഥ നിർഭയമായിരിക്കും, ഏത് പ്രശ്നത്തിലും ഭയപ്പെടില്ല. ജബ് തക് വോ അവസ്ഥ ദൂർ ഹേ, ഈ അവസ്ഥ എത്ര ദൂരമാണോ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഏതൊക്കെ? ഒന്ന്, വികാരങ്ങൾ ഫിനിഷാകും, വിഘ്നങ്ങളിൽ പരിഭ്രമിക്കില്ല, നിർഭയരായിരിക്കും. ഈ അവസ്ഥ എത്തും വരയ്ക്കും ബാബ പ്രണമായ എന്തെങ്കിലും കൊടുങ്കാറ്റുകളുടെ രൂപത്തിൽ വന്ന് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ പരിപക്വ അവസ്ഥയിലെത്തിയാലേ മായയുടെ ഉപദ്രവം നിൽക്കുള്ളൂ. ബാബ കേത്തെ മീഠേ ബच्चे जितना तुम रुस्तम बनते हो उतना माया भी रुस्तम होकर आती है. എന്താ പറഞ്ഞ ബാബ? മധുരമായ മക്കളെ, എത്രത്തോളം നിങ്ങൾ മായയുടെ അടുത്ത് വികാരങ്ങളെ ജയിക്കാൻ മല്ലടിക്കുന്നോ, മല്ലയുദ്ധക്കാരനെ പോലെ ബോക്സിങ് ചെയ്യുന്നോ, അപ്പോൾ മായ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് അതേ ഫോഴ്സിൽ ബോക്സിങ് ചെയ്യും. അങ്ങനെയാണല്ലോ, തുല്യ ശക്തിയുള്ള രണ്ട് മല്ലന്മാർ തമ്മിലേ ഇടിക്കുള്ളൂ. ഒരു പാവം ദുർബലനും ഒരു ശക്തനെയും കൂടെ ഇടികൂടാൻ വിടില്ലല്ലോ അല്ലേ? അപ്പോൾ ബാബ പറയണേ, നമ്മൾ പവർഫുൾ ആകുമ്പോൾ, നമ്മൾ വികാരങ്ങളെ ജയിക്കാൻ കൂടുതൽ പവർഫുൾ ആകും തോറും മായ എന്ത് ചെയ്യും? അതേ പവറിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും, തോൽപ്പിക്കാൻ. നമ്മൾ കാമവികാരത്തെ ജയിക്കാൻ അല്ലേ പവിത്രതയുടെ ശക്തി സംഭരിക്കുമ്പോൾ ആ വികാരത്തിലേക്ക് തന്നെ വലിച്ചഴയ്ക്കുന്ന തരത്തിലുള്ള ഇച്ഛകളും ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ അഭിലാഷങ്ങളും ജനിക്കും. ക്രോധത്തെ ജയിക്കാൻ ശാന്തിയുടെ ശക്തി നമ്മൾ സംഭരിച്ചുകൊണ്ട് സഹനശീലതയുടെ പോകുമ്പോൾ ദേഷ്യപ്പെടാൻ, ക്രോധിക്കാൻ, ആവേശത്തിൽ വരാൻ അല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ ടെസ്റ്റ് പേപ്പറുകൾ 4 വശത്തു നിന്ന് നമുക്ക് വരും. ആ പേപ്പർ വന്നിട്ടും നമ്മൾ ക്രോധിക്കാതിരിക്കുക, അല്ലാതെ പേപ്പറൊന്നും വരാതിരിക്കുക നമ്മൾ ജയിച്ചു പറയാം, അങ്ങനെ ഒരു പരീക്ഷയില്ലല്ലോ അല്ലേ. പരീക്ഷ എഴുതാതെ പാസ്സാക്കുക, അങ്ങനെ ഉണ്ടാവില്ല പറയാ ബാബ ജീവിതത്തിൽ. കൊറോണ വന്നപ്പം പലർക്കും അങ്ങനെയൊക്കെ പരീക്ഷ എഴുതാതെയൊക്കെ പാസ്സാക്കിയിട്ടുണ്ടാവും. പക്ഷേ ജീവിതം, പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. പ്രാക്ടിക്കൽ ലൈഫിൽ കൊറോണ വന്നപ്പം നമുക്ക് കൂടുതൽ പരീക്ഷയായിരുന്നു അല്ലേ. ലൈഫ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പരീക്ഷണങ്ങളുടേതായിട്ട് മാറുക ചെയ്തത്. അപ്പം അതുകൊണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷ വന്ന് പാസ്സാകണം, അതാണ് പറഞ്ഞ ബാബ. ലേക്കിൻ തുമേ വിജയ് പ്രാപ്ത് കർണി ഹെ. എത്ര വലിയ പേപ്പർ വന്നാലും, ക്വസ്റ്റ്യൻ പേപ്പർ ഏത് വന്നാലും നിങ്ങൾക്ക് പാസ്സാകണം. വിഘ്നം ഏത് രൂപത്തിൽ വന്നാലും അല്ലെ, ബാബയുടെ പഠിപ്പ് അല്ലെ അത്ര അതിഗഹനമായ പഠനമാണ്. ആഴമാർന്ന കടലോളം ജ്ഞാനം തന്നുകൊണ്ടിരിക്കുക ഈശ്വരൻ. അതുകൊണ്ട് ബാബ പറയുന്നത്, നിങ്ങൾക്ക് ഏത് വിധേനയും വിജയം പ്രാപ്തമാക്കണം. ധർണ നഹി, ഭയപ്പെടരുത്. സച്ചേ ബാബാക്കെ സാത്ത് സച്ചായി സഫായി സെ ചൽത്തേരോ. സത്യമായ അച്ഛനോടൊപ്പം സത്യതയോടെ ശുദ്ധിയോടെ മുന്നോട്ട് പോകും. അടുത്ത ശ്രീമതം എങ്ങനെയായിരിക്കണം? അച്ഛൻ സത്യമായതുകൊണ്ട്, സത്യം ശിവം സുന്ദരമാണ് പിതാ പരമേശ്വരൻ. അതുകൊണ്ട് ആ അച്ഛൻ്റെ മക്കള് എങ്ങനെയായിരിക്കണം? പരസ്പരവും
അച്ഛനോടൊപ്പവും സത്യതയും ശുദ്ധിയുള്ളവരായിരിക്കണം. നമ്മൾ തമ്മിൽ നമ്മുടെ റിലേഷൻഷിപ്പിലും സത്യതയും ശുദ്ധിയും വേണം. നമ്മളെപ്പോഴും എല്ലാവരും അതില്ലേ ആഗ്രഹിക്കണം. ഒരാൾ തമാശയ്ക്ക് വേണ്ടി പോലും നമ്മളോട് കള്ളം പറയണത് നമ്മുടെ മക്കളാണെങ്കിലും നമുക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പം മറ്റുള്ളവരും നമ്മളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുക? ആരെങ്കിലും നമ്മളോട് കള്ളം പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താണ്. നമുക്ക് അതേപോലെ നമ്മളിൽ നിന്നും നമ്മളോട് ഇടപഴകുന്ന ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് എന്താണ്? സത്യതയും ശുദ്ധിയുമുള്ള വ്യവഹാരമാണ്. അത് മറക്കരുത്. നമ്മൾ ബാബയുടെ അടുത്തും അതേപോലെ ആയിരിക്കണം റിലേഷൻഷിപ്പ്. ആദ്യം നമ്മൾ മനുഷ്യരോടൊപ്പം, കാരണം ഇടപാടുകൾ മനുഷ്യരോടൊപ്പമാണല്ലോ നടത്തുന്നത്. കബി കൊയ് ബാത് ചിപാന നഹി. അടുത്തത് ബാബ പറയുന്ന, ഒരിക്കലും ഒരു കാര്യവും ഒളിപ്പിച്ച് വെക്കരുത്, മറയ്ക്കാനൊന്നും ഉണ്ടാവരുത്. ബാബ എന്ത് പറയാറുണ്ടെന്നറിയോ? നിങ്ങൾ മറച്ചു വെച്ച് നിങ്ങൾ മറഞ്ഞു പോകും. എവിടെ മറയുണ്ടാവും? ഇവിടെ ഇരുട്ട് നിറയും. ആത്മാവിൻ്റെ വെളിച്ചം മുഴുവൻ മറഞ്ഞു പോകും. 7 ഗുണങ്ങളും മറയും, അഷ്ടശക്തികളും മറയും. നമ്മൾ ആത്മാവാണെന്നതും മറന്നു പോകും. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഇരുട്ടിൽ പോകും. അപ്പോൾ എന്താവും? നമ്മൾ മറയുമ്പോൾ പിന്നെ പ്രത്യക്ഷത്തിൽ എന്തേ വരൂ? ശരീരബോധം. ആത്മാവ് മറഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? വ്യക്തബോധത്തിൽ. അവ്യക്തത്തിൽ നിന്ന് നമ്മൾ വ്യക്തബോധത്തിലേക്ക് അങ്ങ് വരും. ശരീരബോധം കൊണ്ട് പിന്നെ അല്ലേ കാമിയും ക്രോധി ലോഭി മോഹി അഹങ്കാരിയൊക്കെ ആയിട്ട് സ്ത്രീയും പുരുഷനും അമ്മയും അച്ഛനും ആയിട്ടുള്ള നാടകം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആക്ടറാണെന്ന ആ ബോധം പൂർണ്ണമായും അസ്തമിക്കും. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തൊന്നും നമ്മളോട് മറച്ചു വയ്ക്കരുത്. കാരണം അന്തരാത്മാവിൽ നിന്ന് എപ്പോഴും നമുക്ക് പ്രേരണ തന്നുകൊണ്ടിരിക്കുമല്ലോ. ഇത് അസത്യമാണ്, ഇത് കള്ളമാണ്, ഇത് ചെയ്യാൻ പാടില്ല. അല്ല, നമുക്കുള്ളിൽ തോന്നും ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും നമുക്കുള്ളിൽ ആദ്യം ഫീൽ ചെയ്യുമല്ലോ ഇത് തെറ്റാണെന്ന് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളതിനെ മറയ്ക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് മറ അല്ലേ ലോക്കുകൾ ഒക്കെ നമുക്ക് വേണ്ടി വരുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ സത്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന് പോലും ലോക്കിൻ്റെ ആവശ്യമുണ്ടോ? ഗേറ്റിനും ലോക്കിൻ്റെ ആവശ്യമില്ല. സത്യയുഗത്തിൽ എവിടെയും ലോക്ക് ഉണ്ടാവില്ല. ബാബ പറഞ്ഞിട്ടുണ്ട്, മതിലേ ഇല്ല അവിടെ. സത്യയുഗി ചിത്രം നോക്കൂ, സ്വർഗത്തിൻ്റെ ചിത്രത്തിൽ എവിടെയൊരു മതിലുണ്ടാവില്ലേ? താക്കോലും പൂട്ടും ഒക്കെ നമുക്ക് ഇവിടെ വേണ്ടി വന്നപ്പോൾ അസത്യം നിറഞ്ഞപ്പോൾ. കുറച്ച് നാൾ മുമ്പ് വരെയും കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, കുറച്ചുകൂടെ മനുഷ്യൻ്റെ ജീവിതം എത്രത്തോളം ഓപ്പൺ ആയിരുന്നു. ഇത്രയും പൂട്ടും ലോക്കും ത്രിബിൾ ലോക്കും അല്ലേ, 5 ലോക്കും 10 ലോക്കും ഒന്നും വീടുകൾക്കിട്ട് പൂട്ടിയിരുന്നില്ലല്ലോ. മതിലേ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ വീട് കിട്ടുന്നതിന് മുമ്പ് മതിൽ കിട്ടണത്. പണ്ടങ്ങനെയല്ലല്ലോ. എല്ലാം നമ്മൾ വഴികളെന്ന് പറഞ്ഞാൽ എല്ലാ വീടിൻ്റെ ഉമ്മറത്തൂടെ അല്ലേ നടന്നിരുന്നത് പോലും. എവിടെ മതിലുണ്ടായിരുന്നു? അപ്പോൾ ബാബ പറയണം, അപ്പോഴാണ് ഇതൊക്കെ വേണ്ടി വന്ന് നമ്മുടെ ഉള്ളിൽ അസത്യം നിറഞ്ഞപ്പോൾ. വ്യക്തിപരമായിട്ട് നമ്മൾ ന്യൂ ഇയർ അല്ലേ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇത്രയും ക്ലീൻ ആകണം. എനിക്കൊന്നും മറയ്ക്കാനുണ്ടാവരുത്. ഒന്നും മറച്ചു വെച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ബോധതലത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഞാൻ ഇന്നത് മറച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ ആരോടും പറയാൻ നമുക്ക് പറ്റാത്ത ചില മറയ്ക്കുള്ളിലുള്ളതുണ്ടാവും നമ്മുടെ ഉള്ളിൽ. ആരോടും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ അന്തരാത്മാവിൽ അതുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മ വന്നിട്ട് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലെ ഇങ്ങനെ പറഞ്ഞു, ആർക്കും അറിയില്ല. പക്ഷെ അത് വന്ന് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സുഖം തരില്ല അത്. അങ്ങനെ എന്തെല്ലാം ഫീലിങ്ങുകൾ നമ്മുടെ ഉള്ളിലുണ്ടോ, ബാഡ് ഫീലിങ്ങുകൾ ഉണ്ടാക്കും, അതൊക്കെ നമുക്ക് രോഗങ്ങളായിട്ട് മാറും പിന്നെ ശരീരത്തിൽ. സയൻസ് അതാണ് പറയണം. ഗവേഷണ പഠനങ്ങൾ, കാലാകാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ഫീലിങ്സുകൾ, പലതും മറച്ചു വെച്ചത്, കാലങ്ങളായി നമ്മുടെ ഉള്ളിലുള്ള സപ്രസീവ് ഫീലിങ്സ്,
ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ദേഷ്യം ഉണ്ടാവും, പക്ഷെ നമുക്കത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അമർഷം, വെറുപ്പ്, ഓരോരോ ഫീലിങ്, ചില നിരാശകൾ, ചില വിഷമങ്ങൾ, എന്തെല്ലാമാണോ. ചിലത് മറച്ചു വയ്ക്കും, നമ്മൾ ചെയ്തു പോയ ചില തെറ്റുകൾ, അങ്ങനെ മറയ്ക്കപ്പെട്ട പലതും ഉണ്ടാവും. അതിനാണ് ബാബ പറയണേ, അതെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വന്ന് നമ്മളെ കുത്തുന്നതെല്ലാം എന്ത് ചെയ്യുക, എഴുതി 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 അതിൻ്റെ അംശം പോലും നമ്മുടെ ഉള്ളിൽ നിന്ന്, ആ ബാഡ് ഫീലിങ്സ് അംശം മാത്രമെങ്കിലും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നെങ്കിൽ അതും കൂടി ഉള്ളിൽ നിന്ന് പോകുന്നവരെ ഡെയിലി എഴുതൂ ബാബയ്ക്ക്. പേജുകൾ എഴുതൂ, ഡയറികൾ എഴുതൂ, കംപ്ലീറ്റ് ക്ലീൻ ആകുന്നത് വരെ. അതൊരു ദിവസമോ 2 ദിവസം എഴുതിയാൽ ചിലപ്പോൾ തീരില്ല. ഇവിടെ ക്ലീൻ ആകും വരയ്ക്ക്. ഒരു പഴയ ഓർമ്മകളിൽ ഡിസംബർ 30, നാളെ ഒരു ദിവസമേ ഉള്ളൂ. നാളെ വൈകുന്നേരം ഒരു വിശേഷ സുദിനമാണ്. നാളെ വൈകിട്ട് സർവശക്തിവാൻ്റെ വിശേഷ സാന്നിധ്യവും മധുരമഹവാക്യങ്ങളും നമുക്ക് വൈകുന്നേരം ഉണ്ടാവും. രാവിലെ മുരളി ഉണ്ടാവും, വൈകുന്നേരം മൗണ്ട് അബൂന്ന് ഒരു ലൈവ് റിലേ ഉണ്ട്. അതിൽ ഈശ്വരൻ്റെ ദിവ്യാവതരണ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ മഹവാക്യമെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇന്നും നാളെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ 2021 കടന്ന് പോകുമ്പോൾ 2022 നമ്മൾ വരവേൽക്കുകയാണ്. അപ്പോൾ ബാബ ഇന്ന് തന്ന ഈ മുരളി, ഇത് നമ്മുടെ ജീവിതമായിട്ട് മാറും. ഇന്ന് രാത്രി മുതലേ കിടക്കുന്നതിന് മുമ്പേ ഈ ഹോംവർക്ക് ചെയ്തു തുടങ്ങും. എന്തെങ്കിലും മറയ്ക്കപ്പെട്ട കാര്യങ്ങളുള്ളിൽ അവശേഷിക്കണോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓർമ്മ, എന്ത് പോയോ അതെല്ലാം പോട്ടെ. നമുക്ക് ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് ജനുവരി 1 ഇത്രയും ക്ലിയർ ആയിരിക്കണം നമ്മുടെ ചാർട്ട്. ഒന്നും ഈ 2021 ഒരു പഴയതും വലിച്ച് 22 കൊണ്ടുവരും. ഒരു പഴയ ഓർമ്മയും, അതാര് ചെയ്തതാകട്ടെ പറഞ്ഞതാകട്ടെ എല്ലാം ഇവിടെ തന്നെ നമുക്ക് വിടാം. ഇന്ന് തന്നെ വിടാം, ഇപ്പോൾ തന്നെ വിടാം. നാളെ മുതലേ നമ്മുടെ ഒരു സംശുദ്ധ ജീവിതം. നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ സുപ്രഭാതമായിരിക്കണം നമുക്ക്. പുതിയ വർഷം, പുതിയൊരു ജീവിതം. ബാബ എനിക്കൊരു പുതിയ ജന്മം തന്നു. അതിനാണ് ഈ തത്വമസി കിട്ടിയത്. എനിക്ക് തത്വമസി ആകാനാണ്, ഭഗവാനെ പോലെയാകാൻ. ഇന്ന് നമ്മുടെ ഈ സത്സംഗം വൈകുന്നേരത്തെ സമാപ്തിയാകുന്നത് നാളെ മുതലുള്ള പ്രഭാത സത്സംഗം ആരംഭിക്കുന്നതിനാണ്. നമ്മൾ എല്ലാ പഴയതിനും വിടാം. ഒരു പുതിയ ജീവിതം, പുതിയൊരു മാനവനായിട്ട് നമ്മൾ മാറുക. പുതിയൊരു മാനവൻ, ദേവമാനവൻ, ദിവ്യതയുള്ളൊരു മാനവനായിട്ട് നമ്മൾ മാറുക. എന്താ ദിവ്യത? ആത്മബോധമുള്ള ഒരു മാനവൻ, ഒരു ബീയിങ് ആയ മാനവൻ, ചൈതന്യബോധത്തിൽ ജീവിക്കുന്ന മാനവൻ. നമ്മൾ സത്യമാണെങ്കിൽ നമ്മൾ ആരാകും? ചൈതന്യമാകും. സച്ചിത് ആനന്ദ സ്വരൂപം എന്നല്ലേ പറയണേ. സത്യബോധം വരുമ്പോൾ ചൈതന്യം, ആത്മബോധം വരും, ആനന്ദ സ്വരൂപമാകും, സദുഗുണിയം. അപ്പം നമ്മുടെ 2022 എന്തിൻ്റെതായിരിക്കണം? സത്യബോധത്തിൽ ജീവിക്കണം, ഒരു ബീയിങ് ആയിട്ട് ജീവിക്കണം. നമ്മളൊരു ഡൂയിങ്, ഒരു യന്ത്രം പോലെയല്ല ഇനി നമ്മുടെ ജീവിതം. ചൈതന്യമായ ഒരു മാനവൻ, ദിവ്യഗുണങ്ങൾ, സദോ ഗുണങ്ങളെ ഉപയോഗിക്കുന്ന ഒരു മാനവൻ, ആത്മബോധത്തിൽ കാണുകയും നോക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു മാനവൻ. അതാണ് തത്വമസി അല്ലേ? അതിനാണ് ബാബ നമ്മളെ ഈ നീണ്ട യാത്ര, ഈ ഒരു മാസം നമ്മൾ ഈ തത്വമസി സത്സംഗം ചെയ്തത് അതിനാണ്, ഇതുപോലെ ആയിത്തീരാനാണ് അല്ലേ? അപ്പം ഇന്നത്തെ ഭഗവാന്റെ മഹാവാക്യങ്ങളുടെ സാരത്തിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. ബാബ സെ സദാ സച്ചാരഹന, ഈശ്വരനോട് സദാ സത്യമായിരിക്കണം.
നമ്മളോടും സത്യം, സർവരോടും സത്യം, ഭഗവാനോടും സത്യം. ഇതാകട്ടെ നമ്മുടെ പുതിയ വർഷത്തിൻ്റെ ശ്ലോകൻ. ഒരു തലത്തിലും ഒരു അശുദ്ധി ഉണ്ടാവരുത്. ക്ലീൻ, ക്ലിയർ. ഇത്രയും ക്ലീൻ ആയിരിക്കണം നമ്മുടെ പുസ്തകം. പറയാറില്ലേ ലോകത്തിൽ, തുറന്ന പുസ്തകം, ഒന്നും എനിക്ക് ഒളിപ്പിച്ചു വയ്ക്കാനുണ്ടാവരുത്. അത്രയും സംശുദ്ധാണോ എൻ്റെ വ്യക്തിത്വം എന്ന് നമ്മൾ നോക്കണം. എവിടെ കറയുണ്ടോ അതാണ് നമുക്ക് കഷ്ടം തരിക, അത് നഷ്ടം ഉണ്ടാക്കും. കറ, മറ അല്ലേ? കറയുണ്ടെങ്കിൽ നമ്മൾ മറയ്ക്കും. दिल तख्त निशिन बनने के लिए ശ്രീമത് पर पूरा पूरा चलना. ഭഗവാന്റെ ഹൃദയ സിംഹാസനധാരിയാകുന്നതിന്, ഈശ്വരൻ്റെ ഹൃദയത്തിൽ ഇടം വാങ്ങാൻ ശ്രീമതപ്രകാരം പൂർണ്ണമായി നടക്കണം. ഹൃദയ സിംഹാസനധാരിയാകാൻ ശ്രീമതപ്രകാരം പൂർണ്ണമായി നടക്കണം. യുദ്ധമൈതാനത്ത്, ജീവിത യുദ്ധകളത്തിൽ മായയുടെ വികാരി ചിന്തകളിൽ നിന്ന്, മായയുടെ വികാരി ചിന്തകൾ, വിഘ്നങ്ങൾ, ഇവയിൽ ഭയപ്പെടരുത്. വികാരി ചിന്ത, വിഘ്നം, ഇത് രണ്ടിലും ഭയപ്പെടരുത്. ഭയപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണമല്ലോ. നല്ല ഭയപ്പെടാതിരിക്കാൻ പറ്റും. അപ്പന സച്ച ചാർട്ട് രഖന, തൻ്റെ സത്യമായ ചാർട്ട് വയ്ക്കണം. ഡെയിലി നോക്കുന്നുണ്ടോ ചാർട്ട് എല്ലാവരും? ഡെയിലി ഒരു ചെക്കിംഗ് ഉണ്ടോ? കിടക്കുന്നതിന് മുമ്പ് ചാർട്ട് ചെക്ക് ചെയ്യാറുണ്ടോ? കിടക്കുന്നതിന് മുമ്പ് ബാബയ്ക്ക് എഴുതി വെക്കണം. ഫുൾ ഡേ എന്ത് ചെയ്യുക? എല്ലാ 1 മണിക്കൂറിൽ 1 മിനിറ്റ് നമ്മൾ നമ്മുടെ ചാർട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി ഫുൾ ഡേയിലെ റിപ്പോർട്ട് ഭഗവാൻ എഴുതി സമർപ്പിച്ചിട്ട് കിടക്കുക. ഇന്നലെയും ഒരു സഹോദരി പറഞ്ഞു, എഴുതാൻ തുടങ്ങിയപ്പോൾ, ബാബയ്ക്കെല്ലാം എഴുതാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ ഭയങ്കര അത്ഭുതകരമായ ചേഞ്ച് മനസ്സിലും വരുന്നുണ്ട്, ശരീരത്തിലും വരുന്നുണ്ട്, ശരീരത്തിൻ്റെ രോഗങ്ങളിൽ വരുന്നുണ്ട്. ഭയങ്കരമായ മാറ്റം, പോസിറ്റീവ്. അത് തന്നെ പെട്ടെന്ന് ഹീലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് എന്ത് ഡയറക്ഷൻ തരുന്നു, ഭഗവാന് ലെറ്റർ എഴുതാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വയ്ക്കാൻ. പിന്നെ നമ്മുടെ പ്രോഗ്രസ് ചാർട്ട്, ഡെയിലി ഞാൻ എന്ത് ചെയ്തു, എന്ത് പ്ലസ് മൈനസ് ഉണ്ടായി, ഈ ചാർട്ട് എഴുതി നമ്മൾ നോക്കുമ്പോൾ അതിലൂടെ നമ്മളിൽ വലിയ മാറ്റം ഉണ്ടാവും. കാരണം നാളത്തേക്കുള്ള തെറ്റുകൾ നമ്മുടെ കുറയും, അറ്റൻഷൻ കൂടും. നമുക്ക് തന്നെ തോന്നും നമ്മളോട് ലജ്ജ, ഇന്നത്തെ എൻ്റെ ചാർട്ട് ഇത്ര മോശമായല്ലോ, ഇതെല്ലാം ഞാൻ ബാബയ്ക്ക് എഴുതി സമർപ്പിക്കണം. ഇതെല്ലാം ഇന്നത്തെ എൻ്റെ ചാർട്ട്. ഇന്നെനിക്ക് ഇത്രയും നഷ്ടക്കച്ചവടം ഉണ്ടായി, ഇപ്പം നാളെ എനിക്ക് കുറച്ചുകൂടെ ലാഭം ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറും. ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്, അതല്ലേ എല്ലാവരും ചെയ്യുള്ളൂ. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും നഷ്ടം ഉണ്ടാക്കുമോ? അതുകൊണ്ട് നമ്മുടെ ഇരുമുടി കെട്ടിൽ എപ്പോഴും ലക്ഷ്യം ഇതായിരിക്കണം, ലാഭം, 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 ലാഭം. 2022 എന്തിൻ്റെ ആയിരിക്കണം? ശുഭം ലാഭം, ശുഭം ലാഭം. എല്ലാറ്റിനും ശുഭം ലാഭം. ചിന്ത, വാക്ക്, കർമ്മം ശുഭമാക്കി ഞാൻ ഓരോ വിതയിൽ നിന്ന് ലാഭം കൊയ്യും. വിതയ്ക്കുന്നതൊക്കെ ലാഭം. അപ്പം എൻ്റെ മുൻമുടി, ഇരുമുടിക്കെട്ടിൽ മുൻമുടിയിൽ എന്താകും? ശുഭം കൊണ്ട് ലാഭം നിറയും. അപ്പോൾ പുണ്യം കൂടും. അപ്പോൾ ജീവിതത്തിൽ ക്ലേശം കുറയും. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഇരുമുടിയിൽ മുൻമുടി വലുതായിരിക്കണം, പിൻമുടി ചെറുതായിരിക്കണം. അപ്പം ജീവിതം ക്ലേശമില്ലാതെ, യാത്ര ക്ലേശമില്ലാതെ പോകും. അപ്പം നമ്മുടെ ലൈഫ് ജേണി നീണ്ട അടുത്ത 5000 വർഷം ഇതിപ്പോൾ തീരുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ് അല്ലേ? കലിയുഗത്തിന് ശേഷം നമ്മൾ പോവുകയാണ്, വീട്ടിൽ പോവുകയാണ്. അതിനുശേഷം സത്യയുഗം മുതൽ ഇറങ്ങി വരണം വീണ്ടും അടുത്ത ചക്രം ചുറ്റാൻ. അപ്പം അടുത്ത ചക്രം നമ്മൾ വീണ്ടും ചുറ്റുമ്പോൾ 5000 വർഷത്തെ നീണ്ട യാത്രയിൽ 84 ജന്മങ്ങളുടെ യാത്ര നമ്മളിവിടെ ചെയ്യുമ്പോൾ, യാത്ര ക്ലേശമില്ലാതെ ഓരോ ജന്മങ്ങളും നീങ്ങണമെങ്കിൽ
നല്ല അച്ഛനും നല്ല അമ്മയും നല്ല ഭാര്യയും നല്ല ഭർത്താവും നല്ല മക്കളും നല്ല ആരോഗ്യം നല്ല ബുദ്ധിയും എല്ലാം നല്ലത് അല്ലേ, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ലത് കിട്ടണമെങ്കിൽ നമ്മുടെ മുൻമുടിയിൽ നല്ലതുണ്ടാവണം. അപ്പോഴാണ് ക്ലേശമില്ലാതെ ജീവിതം പോണം. ഇപ്പം നമ്മുടെ ജീവിതയാത്ര നോക്കിയാൽ തന്നെ നമുക്കറിയാം, ക്ലേശമുള്ള ജീവിതാനർത്ഥം നമ്മുടെ അല്ലേ ഇരുമുടിക്കെട്ടിൽ പിൻമുടിയിൽ എന്താ മുൻമുടിയിൽ എന്താണെന്ന് നമുക്കതിൽ നിന്നറിയാൻ പറ്റും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഇതൊരു സമയമാണ്, ഇപ്പം നമ്മൾ ഈശ്വര സന്നിധാനത്തിൽ എത്തിയിരിക്കുക, ഇവിടെയാണ് ഇരുമുടിക്കെട്ട് അഴിക്കേണ്ടത്. നമ്മൾ ചെക്ക് ചെയ്യാൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരേ ഒരു അവസരമാണ് ഈ സംഗമയുഗം. അതുകൊണ്ട് ബാബ പറയും നൗ ഓർ നെവർ. ഇപ്പം നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ പിന്നെ എൻ്റെ മക്കൾക്കൊരവസരം കിട്ടില്ല. ഇതാണ് ആ ടൈം. അതുകൊണ്ടാണ് ഈ കൽപ്പാന്ത്യകാലത്ത് കലിയുഗ വരദൻ വന്ന് നമുക്ക് വരപ്രസാദം തരുന്നത്. മക്കളെ പഠിക്കൂ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നടക്കൂ, ആത്മാവാണെന്ന് അറിയൂ, അച്ഛനായി എന്നെ ഓർമ്മിക്കൂ, തലയിലെ വികർമ്മങ്ങളുടെ ഭാരമെല്ലാം ഇറക്കൂ. ഇതാണ് ആ ടൈം. ഇരുമുടിക്കെട്ടഴിച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ, നല്ല ശേഖരണം കൊണ്ട് യാത്ര ചെയ്യാൻ വീണ്ടും. അപ്പം ക്ലേശം അന്യേ യാത്ര ചെയ്യാം. ബാബ ലാസ്റ്റ് പോയിന്റ്, ജഗ്മുയി ജർമുയി നഹീം കർണ. അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങൾ തലയിടരുത്. അവിടുത്തെ ഇവിടുത്തെയും കാര്യം, അവരുടെ ഇവരുടെയും കാര്യം നോക്കുകയും ചെയ്യരുത്, പറയുകയും ചെയ്യരുത്, ഒന്നിലും പോയി തലയിടുകയും ചെയ്യരുത്. വീട്ടിലാണെങ്കിൽ പോലും, വീട്ടിലൊരു 4-5 പേര് ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാതെ ആരുടെയും കാര്യത്തിൽ പോയി തലയിടരുത്. മക്കളോ മരുമക്കളോ അവരായി അവരുടെ ഫാമിലിയായി, പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് പ്രായമായി മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ, അമ്മായിയച്ഛൻ അമ്മായിയമ്മയൊക്കെ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും അറ്റൻഷൻ വേണം. കല്യാണം കഴിഞ്ഞു അവരവരുടെ ലോകത്തിൽ ജീവിച്ചോട്ടെ. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരട്ടെ. എന്തെങ്കിലും കാര്യത്തിന് ചോദിച്ച് അഭിപ്രായം ചോദിക്കുന്നിടത്ത് മാത്രം ഏറ്റവും നല്ല ശുഭാവനയോടുകൂടി നമ്മുടെ അഭിപ്രായം അനുഭവത്തിൻ്റെ ആധാരത്തിൽ നിസ്വാർത്ഥ ഭാവനയോടെ പറയാം. ചോദിച്ചില്ലയോ, അവർ മോനും മോളും കൂടെ പോയി, മരുമകളും കൂടെ പോയി, എന്നോട് ചോദിച്ചേയില്ല, പറഞ്ഞേയില്ല, ഇവരെവിടെയൊക്കെ പോയിട്ട് വന്നിട്ട്. നമുക്ക് എന്ത് വേണം? അവരെവിടെയോ പോട്ടെ, എന്നോട് പറഞ്ഞില്ല, ചോദിച്ചില്ല, വാങ്ങിയില്ല, കൊണ്ടുവന്നതൊന്നും എന്നെ കാണിച്ചില്ല, ഇവരെവിടെ പോയി. ഇതൊക്കെ എന്തറിയേണ്ട ആവശ്യം? നമുക്ക് എന്തറിയേണ്ട ആവശ്യം? ഒരാളുടെ ഒരു വിഷയത്തിൽ ബാബ പറയും സുമംഗളവും ജനമംഗളവും ഇല്ലാത്തൊരു കാര്യത്തിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കും തോറും വളരെ കെയർഫുള്ളായിരിക്കണം. നാവ് മാക്സിമം കൺട്രോളില്ല. എവിടെ ആവശ്യമുണ്ടോ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം സംസാരം, അല്ലാത്തടത്ത് മൗനം, സൈലൻസിലിരുന്ന് സമ്പാദിച്ചുള്ള. ഇപ്പം സമയം അതിനാണ്. എന്ത് കാര്യങ്ങളിൽ ഇടപെടണോ, എത്രത്തോളം ഇടപെടണോ അത്രത്തോളം മാത്രം ഇടപെടാം. അതിൻ്റെ അർത്ഥം കണ്ണടച്ചിരിക്കുക, ഒന്നും നോക്കാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. പക്ഷെ അനാവശ്യ ഇടപെടൽ ഉണ്ടാക്കി കുടുംബങ്ങളിൽ ജോലിസ്ഥലങ്ങളിൽ കലഹം ഉണ്ടാക്കരുത്. അതിന് നമ്മൾ നിമിത്താവരുത് നമ്മുടെ ഒരു വാക്ക്. അതുകൊണ്ടാണ് പറയണം ബാബ അവിടുത്തെ ഇവിടുത്തെയും കാര്യത്തിൽ പോയി തലയിടരുത്. വരദാനം സ്വസ്ഥിതിയിലൂടെ സർവപരിതസ്ഥിതികളെയും നേരിടുന്ന അവ്യക്ത സ്ഥിതിയുടെ അഭ്യാസി ഭവ എന്നതാണ് വരം തന്നിരിക്കുന്നത് ബാബ. സ്വസ്ഥിതി, നമ്മുടെ സെൽഫ് സ്റ്റാൻഡ്, സ്വവർണ ആത്മ, ആത്മിക് സ്ഥിതിയിലൂടെ സർവപരിതസ്ഥിതികളെ, എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്ന അവ്യക്ത സ്ഥിതി. അവ്യക്തം എന്ന് പറഞ്ഞാൽ ആത്മസ്ഥിതി, വ്യക്തം എന്ന് പറഞ്ഞാൽ ശരീരബോധം. അവ്യക്ത സ്ഥിതിയുടെ അഭ്യാസി, പ്രാക്ടീസ് ചെയ്യും. ശരീരത്തിലാണ് പക്ഷെ അശരീരിയാണ്, വ്യക്തത്തിലാണ് പക്ഷെ അവ്യക്തബോധം. ശരീരബോധത്തെ വ്യക്തബോധം എന്ന് പറയും, ആത്മബോധത്തെ അവ്യക്തബോധം എന്ന് പറയും. അപ്പം ശരീരത്തിലിരുന്നുകൊണ്ടും അവ്യക്തം ആത്മബോധത്തിലിരിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യും. അവ്യക്ത സ്ഥിതിയുടെ അഭ്യാസത്തിൻ്റെ ശീലമുണ്ടെങ്കിൽ സ്വസ്ഥിതിയിലൂടെ
ആത്മിക് സ്ഥിതിയിലൂടെ ഓരോ പരിതസ്ഥിതിയെയും അഭിമുഖീകരിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ പവർ. ആത്മബലം അഭിമുഖീകരിക്കാനുള്ള ശക്തി തരും. ഈ ശീലം കോടതി കയറുന്നെന്ന് താങ്കളെ രക്ഷിക്കും. കോടതിയിൽ എപ്പോഴാണ് കയറേണ്ടി വരിക? അല്ലെ, കേസുണ്ടാവും. കേസ് എപ്പോഴാണ് ഉണ്ടാകണേ? വണ്ടി ആക്സിഡൻറ്റിൽ പെട്ട, അല്ലെ? ആത്മബോധത്തിന് പകരം ശരീരബോധത്തിലിരുന്ന് വണ്ടി ഓടിച്ചാൽ എന്തുണ്ടാവും? തട്ടലും മുട്ടലും അടിയിടിയൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ. അപ്പം എന്താകും? കേസുണ്ടാവുമല്ലോ, കേസും കൂട്ടും ഉണ്ടാവില്ലേ? തട്ടലും മുട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയും ഉണ്ടാവും. അപ്പം അതിനെയാണ് ബാബ കേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കണം. നമ്മൾ ബന്ധങ്ങൾ കേടുവരിക, അല്ലേ? കേടുവരുത്തുക. ഡ്രൈവർ റോങ് ഡ്രൈവിങ് ചെയ്യുമ്പോഴാണല്ലോ ആക്സിഡൻ്റ് ഉണ്ടാക്കണേ, അല്ലേ? എൻ്റെ ബാബ പറയണേ അങ്ങനെ കേസിന് പോകേണ്ടി വരരുത്, കോടതി കയറേണ്ടി വരരുത് പറയാം ബാബ. അതിനെന്ത് ചെയ്യുക? ആത്മബോധത്തിൻ്റെ അവ്യക്തഭാവത്തിൻ്റെ അഭ്യാസത്തിലൂടെ കോടതി കയറുന്നതിന് രക്ഷപ്പെടാം. ഈ പ്രാക്ടീസ് നാച്ചുറൽ നേച്ചറാക്കും. നാച്ചുറൽ നേച്ചർ. അപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭം, അല്ലെ, പ്രകൃതിയെയും അതിൻ്റെ താണ്ഡവം, ക്ലീനിങ് തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ട നിങ്ങൾ തയ്യാറായാലേ, നിങ്ങളിൽ ശക്തികൾ നിറഞ്ഞാലേ കർട്ടൻ നീങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടിയുടെ മഹാശുദ്ധീകരണം, മഹാശുദ്ധികലശ പ്രക്രിയ 5 തത്വങ്ങളും ചേർന്നിട്ട് അവർ ക്ലീനിങ്ങിൻ്റെ പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ ഇതെല്ലാം കാണാനും കേൾക്കാനും ഫേസ് ചെയ്യാനും അല്ല ചെയ്യേണ്ടതാരാണ്? മനുഷ്യാത്മാക്കളാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ശക്തി നിറയട്ടെ പറയണം ബാബ, എന്നാലേ കർട്ടൻ നീങ്ങുള്ളൂ, പഴയത് മാറി പുതിയത് വരുള്ളൂ. അപ്പം മഹാശുദ്ധീകരണം നടക്കാത്തതിൻ്റെ കാരണം ബാബ പറയണേ, കലിയുഗം മാറി സത്യയുഗം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവ്യക്ത സ്ഥിതിയുടെ പ്രാക്ടീസിലൂടെ ആത്മാവിലെ ശക്തികൾ ധാരണ ചെയ്യണം. അന്തിമ സീനറികൾ, മഹാപരിവർത്തനത്തിൻ്റെ പ്രക്രിയയെ നേരിടാനും നമുക്ക് ശക്തി വേണം. ജീവിതത്തിൽ അല്ലേ ഉണ്ടാകുന്ന എല്ലാം ഫേസ് ചെയ്യാനുള്ള പവർ നമ്മുടെ പക്കൽ വേണം. ഇസ്കേലിയെ പുരാനി ആദത്തും സേ, ഇനി പുതിയ വർഷമല്ലേ, ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യിപ്പിക്കുക ബാബ. ഇതിനു വേണ്ടി പഴയ ശീലം, പഴയ സംസ്കാരം, പഴയ സംഭവങ്ങൾ, ഇതിൽ നിന്ന് പൂർണ്ണ വൈരാഗ്യം, എല്ലാ പഴയതിനെയും വിടൂ പറയാ ബാബ. 2021 പോകുന്നതിനോടൊപ്പം എന്തും വിടണം? എല്ലാ പഴയതിനെയും വിടാൻ പറയാ ബാബ. എല്ലാ പഴയതൊന്നും ഇനി കയ്യിലില്ലല്ലോ. ഉണ്ടോ? പഴയതെന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് എന്ത് ചെയ്തേക്കുക? ഇന്ന് തന്നെ ക്ലീൻ. എന്നാലേ എൻട്രി കിട്ടുള്ളൂ. എവിടേക്ക്? അല്ലേ കസ്റ്റംസ് പിടിക്കും, അല്ലേ? പഴയ ലഗേജ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സത്യയുഗത്തിലേക്ക് എൻട്രി വേണ്ടേ നമുക്ക്? 2022 മാത്രമല്ലല്ലോ, നമ്മുടെ മുന്നിൽ എന്താ കാണേണ്ടത്? സത്യയുഗ പിറവിയാണ്. സത്യയുഗത്തിലേക്ക്, ഗോൾഡൻ ഏജിലേക്ക് ബാബ നമ്മളെ റെഡിയാക്കുകയാണ്. അതുകൊണ്ട് ഇന്നും നാളെയും നമ്മുടെ ഹോംവർക്ക് എന്തായിരിക്കണം? പഴയ ശീലം, പഴയ സംസ്കാരം, പഴയ സംഭവങ്ങളെല്ലാം വിടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പുതിയ ശീലങ്ങൾ, പുതിയ സംസ്കാരങ്ങൾ, പുതിയ സംഭവങ്ങൾ ഓർമ്മിച്ചാലേ പഴയത് വിടാൻ പറ്റും. അപ്പോൾ പുതിയ ശീലം കൊണ്ടുവരണം. കണ്ണ് തുറക്കുമ്പോൾ മുതൽ പുതിയ ശീലം തന്നുവല്ലോ ബാബ. കണ്ണ് തുറക്കുമ്പം ഗുഡ് മോർണിംഗ് ബാബ, ആദ്യത്തെ കർമാമൃത് വേള. അടുത്ത പുതിയ ശീലം എന്ത് തന്നു? ഡെയിലി പ്രഭാതത്തിൽ സത്സംഗം കേൾക്കുക, അല്ലേ? എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ്റെ ഓർമ്മയിൽ ചെയ്യുക, അല്ലേ? പുതിയ കാഴ്ചപ്പാട്, എല്ലാവരെയും ആത്മസഹോദരങ്ങളായി കാണുക, എല്ലാവരും ബാബയുടെ മക്കളായി കാണുക, ഇരിക്കുന്ന വീട് ബാബയുടെ വീടാക്കുക, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവത് സേവയായിട്ട് ചെയ്യുക, അല്ലേ? എല്ലാത്തിനും ബാബ പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു സംസ്കാരം താ. അത് വരുമ്പോൾ എന്താവും? ഓട്ടോമാറ്റിക്കലി പഴയത് പോയിക്കും. ശ്ലോകൻ സ്വയം കോ നിമിത്ത करनहार समझो तो किसी भी कर्म में थकावट नहीं हो सकते. സ്വയം നിമിത്ത ഭാവത്തിൽ ആത്മാവ്, അല്ലേ, ഈ ശരീരത്തിൽ കൂടി ഞാൻ ചെയ്യുന്നു, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ആത്മാവ് ചെയ്യുകയാണ്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പരമാത്മ ചെയ്യിപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു. ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു കർമ്മത്തിൽ നിങ്ങൾക്ക് ക്ഷീണം വരില്ല.
നിമിത്തഭാവത്തോടെ ചെയ്ത്. ആത്മവണയജമാനൻ അല്ലെ, കർമ്മേന്ദ്രിയങ്ങൾ ജോലിക്കാരാണ്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, എനിക്ക് ചെയ്യാനുള്ള ശക്തി പകരുന്നത് പരമാത്മാ പിതാവാണ്. ബാബ എനിക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സ്മൃതിയിൽ ബാബ പറയണേ, നിങ്ങൾ കർമ്മം ചെയ്യും. ഞാനെന്ന ശരീരഭാവം വരുമ്പോഴാണ് നമുക്ക് ഭാരം ഫീൽ ചെയ്യണം കർമ്മങ്ങളുടെ. ഇൻസ്ട്രുമെൻ്റ് ഭാവത്തിലിരിക്കാൻ പറയണം ബാബ. ഓം ശാന്തി. അപ്പോൾ പുതിയ വർഷത്തേക്ക് എന്തൊക്കെ ഹോംവർക്ക് തന്നു ബാബ? പുതിയ വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിലല്ലേ എല്ലാവരും? ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനിലായിരിക്കുമല്ലോ അല്ലേ? മനസ്സിൻ്റെ ഉള്ളിൽ പുതിയ ഉണർവും ഉത്സാഹവും കൊണ്ട് നിറച്ചില്ലേ ഭഗവാൻ? എല്ലാ വർഷത്തെയും ന്യൂ ഇയർ ആഘോഷം പോലെയല്ലല്ലോ അല്ലേ? നമ്മൾ സത്യമായ ആഘോഷം നടക്കുകയാണ്. എന്താ കാരണം? സത്യമായ ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ ഉണ്ടാകുന്ന അർത്ഥം നമ്മൾ പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയതാകുക എന്നുള്ളതാണ് പുതിയ വർഷം ആഘോഷിക്കുക. അല്ലാതെ പുറമേ നമ്മൾ ലൈറ്റ് തെളിച്ചതുകൊണ്ടോ കേക്ക് മുറിച്ചതുകൊണ്ടോ പാട്ട് പാടിയതുകൊണ്ടോ ഡാൻസ് കളിച്ചതുകൊണ്ടോ ന്യൂ ഇയർ ആഘോഷമാവില്ലല്ലോ. അത് പുറമേയുള്ള കാര്യങ്ങൾ മാത്രം. അല്പസമയത്തെ സന്തോഷം കിട്ടും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും അല്ലേ? അപ്പം ട്രാൻസ്ഫോർമേഷൻ പ്രക്രിയയിലല്ലേ ബാബയുടെ മക്കളെല്ലാം? ആണോ? നോക്കൂ, അഡീഷണലായിട്ട് ബാബ ഈ ഒരു നീണ്ട മാസം നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ തന്നു. തത്വമസി എന്ന ഈ സായാഹ്ന സത്സംഗം, ഇതിലൂടെയും നമ്മൾ ഈശ്വരൻ്റെ കയ്യിലേക്ക് മുറുകെ പിടിക്കാൻ, തത്വമസിയാകാൻ, മാനവനിൽ നിന്ന് അല്ല ദൈവത്വത്തിലേക്കുള്ള നമ്മുടെ ആ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇത് നമുക്ക് ഈശ്വരൻ തന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു ലിഫ്റ്റാണ്. അപ്പം നാളെ മുതൽ നമുക്ക് പ്രഭാത സത്സംഗത്തിൽ വീണ്ടും കാണാം. നമുക്ക് എല്ലാ ദിവസവും പുതിയതല്ലേ? എല്ലാ ദിവസവും പുതിയതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ തത്വമസി സത്സംഗത്തിലൂടെ ആരെല്ലാം സൂമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും സർവശക്തിവാൻ പരമാത്മാ പിതാവിൻ്റെ മടിത്തട്ടിലെത്താൻ, ഈശ്വരീയ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും നമുക്കെല്ലാവർക്കും ഒരു പുതിയ ജന്മം കിട്ടുന്നതിന് നിമിത്തമാണ് ഈ പ്രോഗ്രാം എന്ന് വിചാരിച്ചോളൂ. ഈശ്വരൻ തന്ന ഏറ്റവും വലിയ ന്യൂ ഇയർ ഗിഫ്റ്റാണ്. പുതിയ വർഷത്തേക്ക് നമ്മളെ തയ്യാറാക്കുകയായിരുന്നു. അതിന് നമുക്കെല്ലാവർക്കും ചേർന്ന് സർവശക്തിവാൻ പരമാത്മാവിനോട് നന്ദി പറയാം. കൃതജ്ഞതയോടെ ബാബയെ ഓർമ്മിക്കാം. എല്ലാവരോടും നന്ദി പറയാം. കഴിഞ്ഞു പോയ വർഷം നമുക്ക് എന്തെല്ലാം നല്ലത് സമ്മാനിച്ചു, എല്ലാ നന്മകളെയും സന്തോഷത്തോടെ സ്മരിക്കാം. ബാബയുടെ ഓർമ്മയിലിരുന്ന് പൂർത്തിയാക്കാം. നമ്മുടെ സത്സംഗം പൂർത്തിയാവണില്ലല്ലോ, നമ്മൾ ആരംഭിക്കുകയല്ലേ. അതുകൊണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണം ഇല്ല, ഇന്നത്തെ ദിവസത്തിൻ്റെ പൂർത്തീകരണം. നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ വീണ്ടും നമ്മൾ ഒരുമിച്ചിരുന്ന് ബാബയെ ഓർമ്മിക്കും.